الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين محمد وعلى آله وصحبه أجمعين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم هو الذي بعث في الأميين رسولا منهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي اللهم ألهمني رشدي وأعذني من شر نفسي ومن سيئات أعمالي. സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ രഹസ്യവും പരസ്യവുമായ ജീവിതത്തിൽ സൂക്ഷിക്കണമെന്ന് ആദ്യമായി ഞാൻ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നു, ഉണർത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം തെറ്റുകുറ്റങ്ങളും പാപങ്ങളുമൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടോ അതെല്ലാം പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ ആയുസ്സിലിന് ശേഷിക്കുന്ന ഭാഗം അള്ളാഹുവിന് തഖ്വ ചെയ്ത് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുവാനും ഈമാനോടുകൂടി ഭൂമിയിൽ നിന്ന് യാത്ര പോകാനുമുള്ള സൗഭാഗ്യം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗികളായ വീടുകളിൽ, ആശുപത്രികളിൽ കഴിയുന്നവർ അള്ളാഹു അവർക്ക് ആജിലും മുസ്തമിറുമായ ഷിഫാ പ്രദാനം ചെയ്യുമാറാകട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ അള്ളാഹു അവരുടെയും നമ്മളുടെയുമൊക്കെ പ്രയാസങ്ങൾ മാറ്റുകയും ഹലാലായ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെയാണ് തൻ്റെ അനുയായികളെ, തൻ്റെ കൂടെയുള്ളവരെ തർബിയത്ത് ചെയ്തത്, ശിക്ഷണം നൽകിയത്, അതിൻ്റെ വിവിധ രൂപങ്ങളായിരുന്നു കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ സംസാരിച്ചത്. കഥകൾ പറഞ്ഞുകൊണ്ട് നൽകിയ ഉപദേശങ്ങൾ, വ്യക്തിപരമായ നിബിധങ്ങൾ മൗഇദത്ത് നൽകിയത്, അതുപോലെ നന്മയിലേക്ക് പ്രേരിപ്പിക്കുകയും തിന്മയിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ രീതിയിലുള്ള പ്രോത്സാഹനം നൽകൽ, അതുപോലെ പാപങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നതിന് വേണ്ടി ബുദ്ധിപരമായി വ്യക്തികളെ അതിൽ നിന്ന് മാറ്റി നിർത്തൽ, ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ സംസാരിച്ചത്. അള്ളാഹു നമുക്ക് അമൽ ചെയ്യാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതുപോലെ തർബിയത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട മേഖലയാണ് മനുഷ്യരിൽ നിന്ന് തെറ്റുകൾ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ വിശിഷ്യ ശറഅ് നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ, ഹറാമാക്കിയ കാര്യങ്ങൾ, ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ, ഇത് നമ്മുടെ കൂടെയുള്ള ആളുകൾ, നമ്മുടെ സഹജീവികൾ, നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, നമ്മുടെ ശിഷ്യന്മാർ, ഇവരൊക്കെ ചെയ്യുന്ന സന്ദർഭത്തിൽ ഇതിനെങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടത്, ഇതിനെ എങ്ങനെയാണ് തർബിയത്ത് ചെയ്യേണ്ടത് എന്നത് നമ്മൾ ഓരോരുത്തരും വളരെയേറെ ആലോചിക്കേണ്ടുന്ന വിഷയമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഇതിന് വളരെയേറെ മാതൃക നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നമുക്കറിയാം, ഒരു മനുഷ്യനിലുള്ള മോശമായ പെരുമാറ്റം, ആ പെരുമാറ്റം മാറ്റുന്നതിന് വേണ്ടി അനിഷ്ടകരമായ എന്തെങ്കിലും രീതിയിലുള്ള ശിക്ഷാ നടപടികൾ അവൻ്റെ മേൽ സ്വീകരിച്ചേ പറ്റൂ. ആദ്യം നമ്മൾ അവനെ ഉത്ബോധനം നൽകുന്നു, എഡ്യൂക്കേറ്റ് ചെയ്യുന്നു, അവൻ അത് കാര്യം തെറ്റാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നു. പക്ഷെ എല്ലാവർക്കും അതുകൊണ്ട് മാത്രം മതിയായിക്കൊള്ളണമെന്നില്ല. ചില ആളുകൾ പാപവുമായി അത്രയും ബന്ധപ്പെട്ട് കിടക്കുന്നവരുണ്ടാകും. അപ്പോൾ അവരെ ആ പാപത്തിൽ നിന്നും പിടിച്ചു കയറ്റണമെങ്കിൽ ചില നടപടിക്രമങ്ങൾ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിന്മകളുമായി ബന്ധപ്പെട്ട് നബിതങ്ങൾ വളരെ രൂക്ഷമായി പ്രതികരിച്ച സന്ദർഭങ്ങളും സംഭവങ്ങളുമൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ദേഷ്യപ്പെട്ട സന്ദർഭങ്ങൾ, ദേഷ്യം എന്ന് പറയുന്നത് എല്ലാ മനുഷ്യന്മാർക്കുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ദേഷ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ദേഷ്യവും നബിതങ്ങളുടെ ദേഷ്യവും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറഞ്ഞാൽ, നമ്മളൊക്കെ ദേഷ്യപ്പെടുന്നത്, മനുഷ്യന്മാരൊക്കെ എപ്പോഴും ദേഷ്യപ്പെടുക അവൻ്റെ വ്യക്തിപരമായ എന്തെങ്കിലും കാര്യത്തിൻ്റെ മേൽ ചോദ്യം ചെയ്യപ്പെടുമ്പോഴാണ് നമുക്കൊക്കെ ദേഷ്യം വരിക. എന്നെ പരിഗണിച്ചില്ല എന്ന തോന്നലുണ്ടാകുമ്പോഴാണ് എനിക്ക് ദേഷ്യം വരിക. എൻ്റെ വാക്കിന് വില കൽപ്പിച്ചില്ല എന്ന തോന്നലുണ്ടാകുമ്പോഴാണ് എനിക്ക് ദേഷ്യം വരിക. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എപ്പോഴും ദേഷ്യപ്പെടുന്നത് തൻ്റെ പേഴ്സണൽ വാല്യൂസിന്, തൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് കോട്ട സംഭവിക്കുമ്പോഴാണ്. എന്നാൽ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ നബി തങ്ങൾ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടി ശോഭിച്ച് ശുഭിതനായി പെരുമാറിയ രംഗങ്ങളൊന്നും നമുക്ക് ഹദീസിൽ കാണാൻ വേണ്ടി സാധിക്കുകയില്ല. ഭാര്യയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുമായിരുന്നു, മാ ലറബ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിയദിഹി ഖാദിമൻ ഖത്തും. നബി തങ്ങൾ തൻ്റെ കൈകൊണ്ട് ഒരു സേവകനെ പോലും അടിച്ചിട്ടില്ല. അനസ് റളിയല്ലാഹുവിന് 10 വർഷം ഖിദ്മത്ത് ചെയ്ത വ്യക്തിയാണ്. അദ്ദേഹം നബിതങ്ങളെ പറ്റി പറയുന്നുണ്ട്, നബിതങ്ങൾ ഈ 10 വർഷത്തിൻ്റെ ഇടയിൽ ഒരടി എനിക്ക് കിട്ടിയിട്ടില്ല നബിതങ്ങളുടെ കയ്യിൽ നിന്ന്. അതുപോലെ തന്നെ എന്തെങ്കിലും കാര്യം ചെയ്താൽ എന്തിനാണ് അനസേ നീ അത് ചെയ്തത്, അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യം ചെയ്യാൻ മറന്നുപോയാൽ എന്താ അനസേ നീ അത് ചെയ്യാതിരുന്നത് എന്ന രീതിയിലുള്ള പരാമർശം പോലും എൻ്റെ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും കണ്ടിട്ടില്ല എന്ന് നബിതങ്ങളുടെ ഖാദിമ് തന്നെ അടയാളപ്പെടുത്തുന്നുണ്ട്. ആയിഷ ബീവി പറയാണ്, മാ ദറബ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിയദിഹി ഖാദിമൻ ഖത്ത്. ഒരു സേവകനെ പോലും കൈകൊണ്ട് അടിച്ചിട്ടില്ല തൻ്റെ വ്യക്തിപരമായ ഒരു കാര്യത്തിന് വേണ്ടി. വലംറഅതൻ, ഒരു ഭാര്യയെപ്പോലും നിബിധങ്ങൾ അടിച്ചിട്ടില്ല. ശർഅ് നമ്മളൊക്കെ കേട്ടതും പഠിച്ചതും പോലെ ഭാര്യയെ അടിക്കാനുള്ള അനുവാദം നൽകിയിട്ടുണ്ട്. അടിക്കണം എന്നല്ല പറഞ്ഞത്, അടിക്കാനുള്ള അനുവാദം നൽകിയിട്ടുണ്ട്. എപ്പോൾ ഈ അടി കൊടുത്താൽ അതിന് ഘട്ടങ്ങളുണ്ട്. ഉപദേശം നൽകിയിട്ടും ഭാര്യയിൽ മാറ്റമില്ല എങ്കിൽ കടപ്പറയിൽ നിന്ന് മാറ്റിക്കടത്തൽ, എന്നിട്ടും മാറ്റമില്ല എങ്കിൽ ഗുണം ചെയ്യുമെന്ന് കണ്ടാൽ മുറിവേൽപ്പിക്കാത്ത രീതിയിൽ അടിക്കാം, ഉപകാരം ചെയ്യുമെന്ന് കണ്ടാൽ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഭാര്യയെ പോലും തല്ലിയിട്ടില്ല, അടിച്ചിട്ടില്ല. വലാ ഷൈഅൻ, ഒന്നിനെയും നബി തങ്ങൾ അങ്ങനെ ദേഹോപദ്രവം ഏൽപ്പിച്ചിട്ടില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധത്തിന് പോകുന്ന സന്ദർഭത്തിൽ, യുദ്ധക്കളത്തിലുണ്ടാകുന്ന സന്ദർഭത്തിൽ ശത്രുക്കൾക്കെതിരെ ആഞ്ഞടിച്ചിട്ടുണ്ട്, മുറിവേൽപ്പിച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ രീതിയിലുള്ള ഇടപാടുകളൊക്കെയും തന്നെ അത് വ്യക്തിപരമായ കാരണങ്ങൾക്ക് വേണ്ടിയായിരുന്നില്ല. സവാദ് റളിയല്ലാഹു തആല അൻഹുവിനെ ബദറിൻ്റെ അണി നിർത്തുന്ന സന്ദർഭത്തിൽ അദ്ദേഹം അണിയിൽ നിന്ന് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടായപ്പോൾ നബി തങ്ങളെ കയ്യിലുണ്ടായ വടി കൊണ്ടൊരൽപ്പം ഒന്ന് കുത്തുന്നുണ്ട് സവാദ് റളിയല്ലാഹു അൻഹുവിനെ. അവിടെയും അതും നബി തങ്ങളുടെ സ്വന്തമായ താല്പര്യത്തിന് വേണ്ടിയായിരുന്നില്ല. അപ്പോൾ നമ്മളും ദേഷ്യപ്പെടാറുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ദേഷ്യപ്പെടാറുണ്ട്. പക്ഷേ നബി തങ്ങളുടെ ദേഷ്യം എന്തിനാ വേണ്ടിയായിരുന്നു? ഹത്താ തുൻതഹക മഹാരിമുല്ലാഹ്, അള്ളാഹുവിന് അനിഷ്ടകരമായ ഒരു പ്രവൃത്തി നടക്കുന്നത് കണ്ടാൽ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രതികരിക്കും, കോപിക്കും. നമ്മൾ സാധാരണ പറയാറുണ്ട്, ഹദീസിലൊക്കെ വന്നതുപോലെ അൽ ഹുബ്ബു ഫില്ലാ വൽ ബുഗ്ദു ഫില്ലാ, അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കലും അള്ളാഹുവിന് വേണ്ടി കോപം പ്രകടിപ്പിക്കലും രണ്ടും ഈമാന്റെ ഭാഗമാണ്. അള്ളാഹുവിന് വേണ്ടി നമ്മൾ എല്ലാവരും സ്നേഹിക്കണം, അനുവാദമുള്ള എല്ലാ ആളുകളും നമ്മൾ സ്നേഹിക്കേണ്ടതുണ്ട്. ഇവൻ അള്ളാഹുവിൻ്റെ അടിമയാണ്, കടമയുണ്ട് എന്നുള്ള നിലക്ക് നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കണം. ഇതുപോലെ തന്നെയാണ് മറ്റൊരു ഈമാനിൻ്റെ ഭാഗം അൽ ബുഗ്ദു ഫില്ലാ. അള്ളാഹുവിന് അനിഷ്ടകരമായ ഒരു കാര്യം നമ്മുടെ കൂടെയുള്ള ആളുകൾ ചെയ്യുന്നത് കാണുമ്പോൾ അയാൾ അതിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി നമ്മൾ അയാളോട് ദേഷ്യം പ്രകടിപ്പിക്കണം. ആ ഒരു ദേഷ്യം ഉണ്ടാകുമ്പോൾ അയാൾക്ക് നമ്മളോട് വിഷമം തോന്നും. ആ വിഷമം തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ആ ബിഹേവിയർ, ആ പെരുമാറ്റം ആവർത്തിക്കാതിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി പറഞ്ഞത്, ഫയകൂനു ഹുവ യന്തഖിമു ലില്ലാഹി അസ്സ വജൽ. അങ്ങനെ ശർഇന് വിരുദ്ധമായ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ദേഷ്യം പിടിക്കുമായിരുന്നു എന്ന് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയാണ്. നമുക്കറിയാം, ആധുനിക മനഃശാസ്ത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു സ്കൂൾ ഓഫ് തോട്ടാണ് ബിഹേവിയറിസം എന്ന് പറയുന്നത്. ബിഹേവിയറിസത്തിൻ്റെ പ്രധാനപ്പെട്ട പഠനങ്ങൾ മനുഷ്യൻ്റെ പെരുമാറ്റത്തിനെ കുറിച്ചിട്ടാണ്. എന്തുകൊണ്ട് പെരുമാറുന്നു, ഈ പെരുമാറ്റത്തെ എങ്ങനെ മാറ്റാൻ പറ്റും, ചില പെരുമാറ്റങ്ങളെ എങ്ങനെ വർദ്ധിപ്പിക്കാൻ വേണ്ടി പറ്റും എന്നൊക്കെയുള്ള പഠനമാണ് ബിഹേവിയറിസം കൂടുതലായി ചർച്ച ചെയ്യുന്നത്. അവിടെ പ്രധാനമായി അടിത്തറ പറയുന്ന 2 കാര്യമുണ്ട്. ഒന്ന്, ഒരു മനുഷ്യൻ്റെ ഒരു പ്രവൃത്തി നമുക്ക് കൂട്ടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, നമ്മുടെ മകൻ്റെ ഒരു പെരുമാറ്റം നമുക്ക് ഇഷ്ടപ്പെട്ടു, ആ പെരുമാറ്റം ഇനിയും ആ കുട്ടി ആവർത്തിക്കണമെങ്കിൽ, കുട്ടി നന്നായി പഠിച്ച് മാർക്ക് വാങ്ങി, അല്ലെങ്കിൽ കുട്ടി വക്തിന് പള്ളിയിൽ പോയി നിസ്കരിച്ചു, അല്ലെങ്കിൽ ഉമ്മ പറഞ്ഞതുപോലെ അനുസരിച്ച് നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ പെരുമാറ്റം ഇനി കുട്ടിയിൽ വർധനവുണ്ടാകണം, ഇനി ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ മനഃശാസ്ത്രം പറയുന്നത് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കണമെന്നാണ്. ആ കുട്ടിക്ക് ആ പെരുമാറ്റത്തിൽ വർധനവുണ്ടാകാൻ വേണ്ടി അവനൊരു അംഗീകാരം, അതൊരു വാക്കുകൊണ്ടുള്ളതാകാം ഒരു പക്ഷേ, അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും വസ്തുക്കൾ നമ്മൾ വാങ്ങിച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ ആളുകളെ മുന്നിൽ വെച്ചിട്ട് അവനെ അനുമോദിക്കുന്നു. ഇതൊക്കെ അവനെ ആ പെരുമാറ്റത്തിന് അതിനെ വർധനവുണ്ടാക്കി തീർക്കും. ഇതേ തിയറി പഠിപ്പിക്കുന്ന മറ്റൊരു കാര്യം, ഇനി ഒരു ബിഹേവിയർ നമുക്ക് കുറക്കണം എന്ന് ആഗ്രഹമുണ്ട്. നമ്മുടെ കുട്ടി ഉപയോഗിക്കാൻ പറ്റാത്തൊരു വാക്ക് ഉപയോഗിച്ചു, സംസ്കാരത്തിന് യോജിക്കാത്ത ശർഇന് വിരുദ്ധമായിട്ടുള്ളൊരു വാക്ക് നമ്മുടെ കുട്ടി ഉപയോഗിച്ചു, അല്ലെങ്കിൽ ഒരു കുട്ടി അനുസരണക്കേട് കാണിച്ചു. ഇത് തിരുത്തപ്പെടേണ്ടതാണ്. ഈ പെരുമാറ്റം ഇനി ആ കുട്ടിയിൽ ഉണ്ടാകാൻ വേണ്ടി പാടില്ല. ഇതിനെങ്ങനെ പരിഹരിക്കും? അതിന് B.F. സ്കിന്നറും അതുപോലെ
പാവ്ലോവ് ഒക്കെ പഠിപ്പിക്കുന്ന സിദ്ധാന്തം എന്ന് പറയുന്നത് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കലാണ്. എന്ന് പറഞ്ഞാൽ കുട്ടി ഇനി ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി ഒന്നുകിൽ കുട്ടിക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന എന്തെങ്കിലും പ്രിവിലേജ് നമ്മൾ കട്ട് ചെയ്യുക. എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും നമ്മളെ കുട്ടിക്ക് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. ഇത് നമ്മൾ കുട്ടിക്ക് കൊടുക്കുന്ന പ്രിവിലേജാണ്. അല്ലെങ്കിൽ എല്ലാ ആഴ്ചയും നമ്മളെ കുട്ടിയെ കൂട്ടിയിട്ട് ബീച്ചിൽ കൊണ്ടുപോകാറുണ്ട്, പാർക്കിൽ കൊണ്ടുപോകാറുണ്ട്. ഇത് നമ്മൾ പിൻവലിക്കുക. ഇത് പിൻവലിക്കുമ്പോൾ സ്വാഭാവികമായും കുട്ടിക്ക് മനസ്സിലാകും, എൻ്റെ ഇന്ന ബിഹേവിയർ കൊണ്ടാണ് എന്നോട് എൻ്റെ വാപ്പ ഇന്ന നടപടി ചെയ്തത്, അതുകൊണ്ട് ഇനി എനിക്ക് മറ്റേത് കിട്ടണം. കാരണം കുട്ടിക്ക് മറ്റേത് ഇഷ്ടമാണ്. ഐസ്ക്രീം തിന്നുക എന്ന് പറയുന്നതും ചോക്ലേറ്റ് കിട്ടുക എന്ന് പറയുന്നതും അല്ലെങ്കിൽ ഒരു യാത്ര കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ട് കുട്ടി സ്വാഭാവികമായി ആ ബിഹേവിയറിനെ, ആ പെരുമാറ്റത്തിനെ ഉപേക്ഷിക്കാൻ വേണ്ടി തയ്യാറാകും. ഇനി ആൾ വലുതാകുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ഇതിൻ്റെ അളവും കൂടും. അതാണ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ഒന്നാമത്തെ രീതി. രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് ശിക്ഷാ നടപടികൾ കൊടുക്കലാണ്. ഒന്നിക്കിൽ വാപ്പ മകൻ ഇന്ന് പ്രവൃത്തി ചെയ്തതിൻ്റെ പേരിൽ കുറച്ച് ദിവസത്തേക്ക് മിണ്ടുന്നില്ല. വാപ്പയും മകനും തമ്മിൽ അത്രയും സ്നേഹബന്ധമുള്ള ആളാണെങ്കിൽ, ഉമ്മയും മകളും തമ്മിൽ അത്രയും സ്നേഹബന്ധമുള്ളവളാണെങ്കിൽ ഉമ്മാൻ്റെ ആ മൗനം പാലിക്കൽ മകളെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ പ്രയാസം സൃഷ്ടിക്കും. അപ്പോൾ ആ കുട്ടി തീരുമാനിക്കും, എൻ്റെ ഇന്ന പ്രവൃത്തി കൊണ്ടാണല്ലോ എൻ്റെ മാതാവ് എന്നോട് സംസാരിക്കാതിരുന്നത്, എൻ്റെ മാതാവ് എന്നോട് പിണങ്ങി നിന്നത്, അതുകൊണ്ട് ഞാൻ ഇത് ഇനി ആവർത്തിക്കൂല എന്ന് തീരുമാനമെടുക്കുകയും ആ കുട്ടിയുടെ ബിഹേവിയറിൽ ക്രമാതീതമായ കുറവുണ്ടാകുമെന്നും റിസർച്ചുകളുടെ അടിസ്ഥാനത്തിൽ പഠനങ്ങൾ തെളിയിക്കുന്നു. ഈ തിയറിൻ്റെ അടിസ്ഥാനത്തിൽ അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തർബിയത്ത് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ രണ്ടും ബാലൻസ് ചെയ്തിട്ടുണ്ട് നിബിധങ്ങൾ. നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞതൊക്കെ ഒരാളുടെ പ്രവർത്തനത്തെ വർദ്ധിപ്പിക്കാനുള്ള പരിപാടിയായിരുന്നു. കഥകൾ പറഞ്ഞു കൊടുക്കുന്നു, തർഗീബ് ചെയ്യുന്നു, ബൗദ്ധികമായ ഇടപെടൽ നടത്തുന്നു. എന്നാൽ ഈ ഭാഗം പറയുന്നത് സമൂഹത്തിലുണ്ടാകുന്ന, വ്യക്തികളിലുണ്ടാകുന്ന മോശത്തരങ്ങളെ എങ്ങനെ ചികിത്സിക്കാമെന്നതാണ്. നബിതങ്ങൾ സ്വീകരിച്ച ഈ നടപടികൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൽ വളരെയേറെ പ്രധാനപ്പെട്ടൊരു സംഭവമായിരുന്നു തബൂക്ക് യുദ്ധത്തിൽ 3 സഹാബാക്കൾ പങ്കെടുത്തില്ല. തബൂക്ക് യുദ്ധത്തിൽ അവർക്ക് പ്രത്യേകിച്ച് കാരണമൊന്നും ഉണ്ടായിരുന്നില്ല, മടിപിടിപെട്ടതാണ്. പക്ഷെ അവർ സത്യം പറഞ്ഞു, കളവ് പറഞ്ഞില്ല. നബിയെ, നമുക്ക് പങ്കെടുക്കാൻ പറ്റുമായിരുന്നു, വാഹനം ഉണ്ടായിരുന്നു, പക്ഷേ എന്തോ നമുക്ക് ആ സമയത്തൊരു മാനസികമായ ഒരു അസ്വസ്ഥത, മടി തോന്നി. അത് നബിതങ്ങൾ പങ്കെടുത്ത അവസാനത്തെ യുദ്ധമാണ് തബൂക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അവരെ കാരണം സ്വീകരിച്ചു, പക്ഷെ അവർക്കെതിരെ നബിതങ്ങൾ ശക്തമായ നടപടിയെടുത്തു. നബിതങ്ങൾ പറഞ്ഞു, ഞാൻ ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നത് വരെ ഈ 3 സഹാബാക്കളോട് ആരും സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ആരും സംസാരിക്കാൻ പാടില്ല. ഒരൊറ്റ സഹാബാക്കളും മിണ്ടിയില്ല. പള്ളിയിൽ ഇവർ നിസ്കരിക്കാൻ വരുന്നുണ്ട്, ജമാഅത്തിന് പങ്കെടുക്കാനുള്ള അനുവാദമുണ്ട്, നിസ്കരിക്കാൻ വരുന്നു, ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സലാം പറയുന്നുണ്ട്. പക്ഷേ ഒറ്റ സഹാബി മടക്കുന്നില്ല. നബിതങ്ങളോട് സലാം പറയുന്നു, പക്ഷെ നബിതങ്ങൾ പരസ്യമായി മടക്കുന്നില്ല. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അടുത്ത ശിക്ഷ വന്നു, പണിഷ്മെൻറ്റിൻ്റെ അടുത്ത സ്റ്റേജ്. നബിതങ്ങൾ ദൂതനെ വിട്ടിട്ട് ഈ സഹാബാക്കളോട് പറഞ്ഞു, നിങ്ങളുടെ ഭാര്യമാരുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി പറയണമെന്നാണ്, ഭാര്യൻ്റെ കൂട്ടത്തിൽ താമസിക്കാൻ പാടില്ല. അപ്പോൾ അതിൽ ഒരു സഹാബി വൃദ്ധനായ സഹാബിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞു, ദൂതനോട് പറയാൻ ഏൽപ്പിച്ചു, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകാൻ എനിക്ക് പ്രശ്നമില്ല, പക്ഷേ ഇദ്ദേഹത്തിന് സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കില്ല, പ്രായമുണ്ട്, അസ്വസ്ഥത ഉണ്ട്. നബിതങ്ങൾ അയാൾക്ക് അളവ് കൊടുത്തു ആ സഹാബിക്ക്. പക്ഷെ മറ്റേ സഹാബി ചെറുപ്പക്കാരനായിരുന്നു. അപ്പോൾ അത് നബിതങ്ങൾ പണിഷ്മെൻറ്റിൻ്റെ രീതിയാണ്. അപ്പോൾ ആ ഒരു ഭാര്യൻ്റെ കൂടെ താമസിക്കുക എന്ന് പറയുന്നത് പ്രിവിലേജ്, ആ സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ഭാഗത്തെ നബിതങ്ങൾ കട്ട് ചെയ്തു. 50 ദിവസമാണ് ഈ നടപടി പോയത്, 50 ദിവസം. അതിൻ്റെ ഇടയിൽ ഈ സഹാബി ആരെല്ലാം പോയി കാണുന്നുണ്ട്, ഹദീസിൽ നമുക്ക് കാണാം. ഓരോ ആടത്തും പോയിട്ട് സഹാബി പറയാണ്, ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ എന്താണ് എന്നോട് മിണ്ടാത്തത്? ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ തർബിയത്തിൻ്റെ അറിയപ്പെട്ട ഒരു രീതി, ഹജ്ർ ചെയ്യുക, മിണ്ടാതിരിക്കുക എന്ന് പറയുന്നത്. പക്ഷെ അവിടെ ഈ പറഞ്ഞതുപോലെ അത് നബിതങ്ങളുടെ താല്പര്യത്തിന് വേണ്ടി പോലുമല്ല, അള്ളാഹുവിൻ്റെ താല്പര്യത്തിന് വേണ്ടിയിട്ടാണ്. 50 ദിവസം പൂർത്തിയായപ്പോൾ അള്ളാഹു തആല ആയത്തിറക്കി, ഈ 3 പേരുടെയും തൗബ അള്ളാഹു സ്വീകരിച്ചിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വിവരം അറിയിച്ചപ്പോൾ ഇവർ വലിയ സന്തോഷത്തിലായി. അപ്പം ഇതൊരു തർബിയത്തിൻ്റെ ഭാഗം തന്നെയാണ്. സ്നേഹം മൂത്ത് മക്കൾ ചെയ്യുന്ന എല്ലാത്തിനും കൂട്ടു നിൽക്കേണ്ടവരല്ല മാതാപിതാക്കൾ. അവർ ചില തെറ്റുകൾ ചെയ്യുമ്പോൾ അവരോട് നമ്മൾ ആ രീതിയിൽ ദീനിന് വേണ്ടി, അവർ നന്മയിലേക്ക് എത്തുന്നതിന് വേണ്ടി ഈ രീതിയിലുള്ള നടപടികൾ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. ഇതാണ് നബിതങ്ങളുടെ സീറത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു തർബിയത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം. മറ്റൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദേഷ്യം പ്രകടിപ്പിച്ച രംഗങ്ങളാണ്. ചില പ്രത്യേകമായ പാപങ്ങൾ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശക്തമായ കോപം നബി തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ അതും നമുക്ക് വേണം, നന്മയാണത്. തീരെ ദേഷ്യം പിടിക്കാതിരിക്കൽ ഒരു നന്മയായ കാര്യമൊന്നുമില്ല. ദേഷ്യം പിടിക്കുന്നിടത്ത് ദേഷ്യം പിടിക്കണം, എന്നാൽ മാത്രമേ മറ്റുള്ളവരിൽ അതിൻ്റെ മാറ്റങ്ങൾ ഉണ്ടാകൂ. പക്ഷെ അവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ദേഷ്യം പിടിക്കാറുള്ളത് എൻ്റെ ഫ്രസ്ട്രേഷൻ തീർക്കാനാണ്, എൻ്റെ ഉള്ളിലുള്ള ആ ഒരു
ഉള്ളിൽ തകട്ടി വരുന്ന കാര്യത്തെ തീർക്കാൻ വേണ്ടിയിട്ടാണ് ദേഷ്യം പിടിക്കാറുള്ളത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രീതി അങ്ങനെ ആയിരുന്നില്ല. ചില രംഗങ്ങൾ, ഒരുപാട് സംഭവങ്ങളുണ്ടെങ്കിലും പ്രധാനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദേഷ്യം പിടിച്ച ചില രംഗങ്ങൾ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുണ്ട്. അത് ഇൻഷാ അല്ലാഹ് പരാമർശിച്ചിട്ട് പോകാം. അള്ളാഹു നമുക്ക് മനസ്സിലാക്കി തരുമാറാകട്ടെ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് കടന്നു വരുന്നു. ആയിഷ ബീവി റളിയല്ലാഹു തആലയുടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഒരു കർട്ടൻ ഇട്ടിട്ടുണ്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ. ആ കർട്ടനിൽ നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുന്ന കാഴ്ച, അതിൽ ജീവനുള്ള വസ്തുക്കളുടെ രൂപം, ചിത്രം ആ കർട്ടനിൽ ഇങ്ങനെ പതിഞ്ഞിട്ടുണ്ട്. ഖിറാമുൻ, ഒരു ചെറിയ കർട്ടൻ, നേർത്ത കർട്ടൻ. അതിൽ ഈ രൂപം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടപ്പോൾ ഫതലവ്വന വജ്ഹുഹു, നബി തങ്ങളുടെ മുഖത്തിൻ്റെ നിറം മാറി. സഹാബാക്കൾ പറയാറുണ്ട്, നബി തങ്ങൾ ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ മുഖം ചുവന്ന് തുടിക്കും ദേഷ്യം കൊണ്ട്. ഈ രംഗം കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അങ്ങേറ്റം ദേഷ്യമുണ്ടായി. സുമ്മ തനാവല സിത്ര ഫഹതക്കഹു, നബി തങ്ങൾ ആ കർട്ടൻ കൈകൊണ്ട് പിടിച്ചിട്ട് അത് കീറിക്കളഞ്ഞു. കാരണം അത് ചെയ്യാൻ കാരണം അത് നബി തങ്ങളുടെ അധികാര പരിധിയിൽപ്പെട്ട കാര്യമാണ്. അപ്പോൾ അധികാര പരിധിയിൽപ്പെട്ടിടത്ത് നമ്മൾ കൈകൊണ്ട് എതിർക്കുക എന്ന് പറയുന്നതിൻ്റെ ഒരു രൂപമാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കൈകൊണ്ട് കീറി. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ഇന്ന മിൻ അശദ്ദിന്നാസി അദാബൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹുവിൻ്റെ ശിക്ഷ അധികമായി കിട്ടുന്ന ഒരു വിഭാഗം അല്ലദീന യുസവ്വിറൂന ഹാദിഹി സുവർ, ഈ രീതിയിലുള്ള ചിത്രങ്ങൾ വെക്കുന്നവരാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ജീവനുള്ള രൂപങ്ങൾ, ജീവനുള്ള ചിത്രങ്ങൾ, അത് വീടുകളിലാകട്ടെ എവിടെയാകട്ടെ അത് വെച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശക്തമായ വെറുപ്പും വിദ്വേഷവും നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകടിപ്പിച്ചു. അതുകൊണ്ട് നമുക്കറിയാലോ, ശരീഅത്തിന്റെ പ്രധാനപ്പെട്ട ഒരു നിയമമാണ് ജീവനുള്ള വസ്തുക്കളെ വരക്കാനോ അതിൻ്റെ രൂപങ്ങൾ ഉണ്ടാക്കാനോ പാടില്ല. എന്താ കാര്യം? ഒന്ന്, ഷിർക്കിലേക്കുള്ള വസീലയാണിത്. പൂർവികരൊക്കെ ഷിർക്കിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അവർ മരിച്ചുപോയ ആളുടെ, അവർക്ക് ഇഷ്ടപ്പെട്ട ആളുടെ രൂപങ്ങൾ ഉണ്ടാക്കും. എന്തിന്? ഓർമ്മക്ക് വേണ്ടിയിട്ട്. നമ്മൾ അങ്ങനെയാണല്ലോ പറയാറുള്ളത്. ഇതൊക്കെ മെമ്മറീസിന് വേണ്ടിയിട്ട് സൂക്ഷിക്കുന്നതെന്നാണ് പറയാറുള്ളത്. രൂപങ്ങൾ ഉണ്ടാക്കും. പിന്നെ ക്രമേണ അവരുടെ ആണ്ടിൻ്റെ അന്ന്, അവരുടെ വഫാത്തിൻ്റെ അന്ന് ആ ചിത്രങ്ങൾ അവർ നോക്കി നിൽക്കും. അവർക്ക് ഇബാദത്ത് ചെയ്യാൻ ഉന്മേഷം കിട്ടാൻ വേണ്ടി ആ ചിത്രങ്ങൾ അവരുടെ ഇബാദത്തിൻ്റെ സ്ഥലങ്ങളിൽ അവർ വെക്കാൻ വേണ്ടി തുടങ്ങി. പിന്നെ അത് ശിർക്കിലേക്ക് എത്തി. അതുകൊണ്ട് പരിശുദ്ധമായ ഇസ്ലാം അതിനെ വേരോട് ഉന്മൂലനം ചെയ്തു. ഒരു ജീവനുള്ള വസ്തുവിൻ്റെയും രൂപങ്ങൾ വെക്കാൻ വേണ്ടി പാടില്ല. അൽഹംദുലില്ലാഹ്, കുറേ കാലങ്ങളോളം നമ്മുടെ ഉമ്മത്ത് അത് അമലിൽ കൊണ്ടുവന്നു. ഉമ്മത്തിന് അതിൻ്റെതായ ഗുണങ്ങളുണ്ടായി. പക്ഷെ കാലക്രമേണ അതിൽ മാറ്റങ്ങളുണ്ടായി. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ട്രെൻഡിങ് ആയി കിടക്കുന്ന സാധനമൊക്കെ നമുക്കറിയാം. നമ്മൾ ഫോട്ടോ അയച്ചെടുത്താൽ അതിൻ്റെ 3D മോഡൽ നമ്മുടെ കയ്യിലേക്ക് കിട്ടും. ഒരു മദ്ഹബ് അനുസരിച്ചും ഇത് ഹലാലാകാൻ വേണ്ടി പോകുന്നില്ല. അപ്പോൾ നമ്മളേക്ക് ഉസ്താദെ പാസ്പോർട്ട് എടുക്കുന്നില്ലേ, വിസ എടുക്കുന്നില്ലേ, ആധാർ എടുക്കുന്നില്ലേ? പ്രിയമുള്ളവരെ, അത് ഒരു നിർബന്ധിത സാഹചര്യം. ഗവൺമെൻറ് ഒരു കാര്യം നിർബന്ധമാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിനെതിരെ പ്രവർത്തിക്കാൻ വേണ്ടി സാധിക്കില്ല. അത് ലറൂറത്തിൻ്റെ ഘട്ടമാണ്. ആ ലറൂറത്തിൻ്റെ ഘട്ടത്തിൽ മാത്രം ചെയ്യുന്ന കാര്യമാണിത്. ഇതിനപ്പുറം ഇതെങ്ങനെയാണ് നമുക്ക് അനുവദിച്ച് കിട്ടുക? അള്ളാഹു നമുക്ക് മനസ്സിലാക്കി തരുമാറാകട്ടെ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം വീട്ടിൽ ആ രീതിയിലുള്ളൊരു ചിത്രം കണ്ടപ്പോൾ നബി തങ്ങൾ അത് മാറ്റുകയുണ്ടായി. അതിന് പ്രിയമുള്ളവരെ, നമ്മുടെ വീടുകളിൽ ഹദീസിൽ വന്നിട്ടുണ്ടല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇങ്ങനെ രൂപങ്ങളുള്ള വീട്ടിൽ റഹ്മത്തിൻ്റെ മലക്ക് പ്രവേശിക്കൂല. നമ്മുടെ വീടുകളിലൊക്കെ പല പ്രശ്നങ്ങളാണ്. നമ്മൾ അതിന് പല കാരണങ്ങളാണ് കണ്ടെത്തുക. സ്ഥലം ശരിയായില്ല, കന്നിമൂല ശരിയായില്ല, അതിൻ്റെ കാറ്റ് വരുന്ന ദിശ ശരിയായില്ല, അല്ലെങ്കിൽ സിഹിറിൻ്റെ പ്രശ്നമുണ്ട്. പ്രിയമുള്ളവർ, അതൊക്കെ നമുക്ക് രണ്ടാമത് അന്വേഷിക്കാം. നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ വരവിനെ തടയുന്ന എന്തെങ്കിലും ഉണ്ടോ? നബി തങ്ങൾ പറഞ്ഞല്ലോ, ഒരു വീട്ടിൽ പട്ടിയെ വളർത്തുന്നുണ്ടെങ്കിൽ അള്ളാഹ് റഹ്മത്തിൻ്റെ മലക്കുണ്ടാവില്ല. അതുപോലെ തന്നെ ജീവനുള്ള വസ്തുക്കളുടെ രൂപമുണ്ടെങ്കിൽ അവിടെയും റഹ്മത്തിൻ്റെ മലക്കുണ്ടാവില്ല എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുണ്ടായി. മറ്റൊരു കാര്യം നിങ്ങൾ ആലോചിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു രൂപം പോലും നമ്മുടെ മുമ്പിലില്ല. ഒരൊറ്റ ചിത്രം പോലും ഇല്ല. ഒരൊറ്റ ചിത്രം നബി തങ്ങളതില്ല, സഹാബാക്കളതില്ല, മറ്റു നബിമാരത് ഒന്നും നമ്മുടെ കയ്യിലില്ല. പിന്നെ ഇവർ വരച്ചു കൂട്ടിയ ഈസാ നബിൻ്റെ ചിത്രം എന്ന് പറയുന്നത് അത് ഈസാ നബിൻ്റെ ചിത്രമേ അല്ല, ഏതോ ഒരു ചിത്രകാരൻ്റെ ഭാവനയിൽ പിറന്ന ചിത്രം മാത്രമാണ്. അതൊരിക്കലും ഈസാ നബിയുമായിട്ട് അതിന് റിസംബ്ലൻസ് ഇല്ല. നിങ്ങളൊന്ന് ആലോചിക്കുന്ന ഷറഅ് ഇതിന് അനുവാദം കൊടുത്തിരുന്നുവെങ്കിൽ ഇവിടെ എന്തൊക്കെ കോലാഹലങ്ങളായിരിക്കും. ആത്മീയ ചൂഷണത്തിന് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും ഇവരുടെ കയ്യിലുണ്ടാവും. അവിടെ ആലോചിക്കും, നബി തങ്ങളുടെ ചിത്രം എങ്ങാനും എന്തെങ്കിലും രീതിയിലുള്ളൊരു രേഖ കിട്ടിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇവിടെ എന്തൊക്കെ ഈ സമുദായം കാണേണ്ടി വരുമായിരുന്നു, എന്തൊക്കെ അനുഭവിക്കേണ്ടി വരുമായിരുന്നു. അവിടെ നബി തങ്ങൾ പറഞ്ഞു, ഒരൊറ്റ മനുഷ്യൻ്റെ രൂപങ്ങളെ വരക്കണ്ടെന്ന് പറഞ്ഞു. അപ്പം ചോദ്യമുണ്ട്, അതെ, ഒരാൾ ക്രിയേറ്റിവിറ്റിയാണല്ലോ വരക്കുക എന്ന് പറയുന്നത്. അത് എല്ലാവർക്കും പറ്റൂല. ഈ ചിത്രം വരക്കുന്ന ആളെ വിരലുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, അവരൊരു പ്രത്യേക രീതിയിലുള്ള വിരലായിരിക്കും. അവരുടെ വിരലുകൾക്ക് പോലും ഒരു പ്രത്യേകത ഉണ്ടാവും. അവരെന്ത് ചെയ്യും? നബി തങ്ങൾ അവർക്ക് അളവ് നൽകി, നിങ്ങൾ ജീവനില്ലാത്ത വസ്തുക്കളുടെ ചിത്രങ്ങൾ നിങ്ങൾക്ക് വരക്കാം.
മറ്റു വസ്തുക്കളുടെ ചിത്രങ്ങൾ നിങ്ങൾക്ക് വരക്കാം. അപ്പോൾ പൂർണ്ണാർത്ഥത്തിൽ ഒരാളുടെ നൈസർഗികതയും ഒരാളെ സ്കില്ലിനെയും ഒന്നും പരിശുദ്ധമായ ശരീഅത്ത് പൂർണ്ണമായി ഉന്മൂലനം ചെയ്യുകയല്ല, അതിനെ നന്മയുടെ വഴിയിലേക്ക് തിരിച്ചുവിടുകയാണ്. ആ ചിത്രത്തിൻ്റെ മറ്റൊരു രൂപമാണല്ലോ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആലോചിച്ച് പോകാറുണ്ട്, ഈ ഫോട്ടോ കണ്ടുപിടിച്ച ആൾക്ക് എത്രമാത്രം ഖബറിൽ മിസ്ല സവാബ് കിട്ടുന്നുണ്ടാവും. ലോകത്ത് ഇന്ന് കാണുന്ന എന്തെല്ലാം ഫിത്തിനകളുണ്ടോ, കുഴപ്പങ്ങളുണ്ടോ, അപകടങ്ങളുണ്ടോ, ഏതൊക്കെ കറുത്ത ഇൻഡസ്ട്രികളുടെ വളർച്ചയുണ്ടോ, ആ ഇൻഡസ്ട്രീൻ്റെ വളർച്ചക്കൊക്കെ പിന്നിൽ ക്യാമറയും വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയും അല്ലേ പ്രിയമുള്ളവർ? അതിൻ്റെ പേരിൽ എന്തെല്ലാം അപമാനങ്ങൾ, എന്തെല്ലാം തോന്നിവാസങ്ങൾ, എന്തെല്ലാം മ്ലേച്ഛതകൾ. അപ്പോൾ പരിശുദ്ധമായ ശരീഅത്തിൻ്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് അപകടമുണ്ടായിട്ട് അതിനുവേണ്ടി കാഷ്വാലിറ്റി തയ്യാറാക്കലല്ല ശരീഅത്ത്. ഒരു അപകടം നടക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അതിന് ആദ്യം മുതലേ ബാരിക്കേഡ് വെച്ച് തകർക്കുക എന്നുള്ളതാണ് പരിശുദ്ധമായ ദീനിൻ്റെ നടപടി. അള്ളാഹു നമുക്കത് മനസ്സിലാക്കി തരുമാറാകട്ടെ. അതാണ് നിബിതങ്ങൾ. ആയിഷ ബീവി അല്ലേ, സ്നേഹമുള്ള ഭാര്യയല്ലേ, നിബിതങ്ങൾ അവിടെ കോപിച്ചു. അള്ളാഹു നമുക്ക് മനസ്സിലാക്കി തരുമാറാകട്ടെ. മറ്റൊരു രംഗം ഹദീസിൽ കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ബനു മഖ്സൂമിയ ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീ മോഷ്ടിച്ചു. വലിയ കുടുംബമാണ് മഖ്സൂമി ഗോത്രം. മോഷ്ടിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ശറഇൽ അതിന് ഇത്ര അളവുണ്ട്. ഒരു ദീനാറിൻ്റെ 4/1 അളവ് തുകയുള്ള വസ്തുവാണ് മോഷ്ടിച്ചത് എങ്കിൽ ശറഇൻ്റെ നിയമപ്രകാരം അയാളുടെ വലത്തെ മണികണ്ഠ കൈ റിസ്റ്റ് വെട്ടണം. അതിൻ്റെ താഴെയാണെങ്കിൽ ഭരണാധികാരിക്ക് തോന്നുന്ന രീതിയിലുള്ള ഒരു നടപടി എടുക്കണം. അതാണ് അതിൻ്റെ കണക്ക്. മിനിമം ഒരു ദീനാറിൻ്റെ 4/1 1/4 വാല്യൂ ഉള്ള ഒരു ഒബ്ജക്റ്റ് ആയിരിക്കണം മോഷ്ടിക്കേണ്ടത്. എന്നാൽ അങ്ങനെ മോഷ്ടിച്ചാലാണ് ഈ പറഞ്ഞ ശിക്ഷയുള്ളത്. ഉദാഹരണം, ഒരു പഴം മോഷ്ടിച്ചാൽ അതിന് കൈവെട്ടണമെന്നല്ല ശരീഅത്ത്. അതിൻ്റെ പഴം മോഷ്ടിക്കണം എന്നല്ല അതിൻ്റെ അർത്ഥം. പഴം മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ഭരണാധികാരി അല്ലെങ്കിൽ നാട്ടിലെ ആ ദീനി ഇസ്ലാമിക വ്യവസ്ഥയ്ക്ക് കീഴിലുള്ള വ്യക്തിക്ക് എന്താണ് ഇയാൾക്ക് കംഫർട്ടായി തോന്നുന്നത്, ആപ്റ്റായി തോന്നുന്ന ശിക്ഷ കൊടുക്കും. ഈ സ്ത്രീ വിലപിടിപ്പുള്ളൊരു വസ്തുവാണ് മോഷ്ടിച്ചത്, കൈവെട്ടണം. ഖുറൈശികൾക്ക് ആകെ അപമാനമായി. തങ്ങളുടെ ഗോത്രവുമായി ബന്ധമുള്ള ഒരു സ്ത്രീയുടെ കൈ വെട്ടുക എന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ അപമാനമായിരുന്നു. എന്ത് ചെയ്യും? ആര് നബിതങ്ങളോട് പോയിട്ട് റെക്കമെൻഡ് ചെയ്യും? കൊലപാതകമൊന്നും അല്ലല്ലോ എന്നാണല്ലോ ചിന്തിക്കുക. കൊലപാതകമൊന്നുമല്ലല്ലോ, ഒരു മോശമല്ലേ, വസ്തു തിരിച്ചു കൊടുത്താൽ മതിയല്ല. അപ്പോൾ അവരാലോചിച്ചു, ആരാണ് ഈ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സംസാരിക്കുക? അവർ പറഞ്ഞു, നബിതങ്ങളോട് ഈ വിഷയത്തിൽ റെക്കമെൻഡ് ചെയ്യാൻ നമുക്കും തോന്നുന്നത് ഉസാമ റളിയല്ലാഹു അൻഹു ആണ്. ഹിബ്ബു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള വ്യക്തിയാണ് ഉസാമ റളിയല്ലാഹു അൻഹു. ഉസാമ റളിയല്ലാഹുവിനെ ചട്ടം കെട്ടിയിട്ട് പറഞ്ഞു, നിങ്ങൾ പോയിട്ട് നബിതങ്ങളോട് സംസാരിക്കണം. ഉസാമ റളിയല്ലാഹുവിന് പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, ഇങ്ങനെ ഒരു വിഷയമുണ്ടല്ലോ യാ റസൂലല്ലാഹ്, നമുക്കിതിൽ എന്തെങ്കിലും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കണ്ണടച്ചൂടെ? എന്തെല്ലാം കുറ്റകൃത്യം, നമ്മുടെ ഭാഷയിൽ സംസാരിക്കും, അങ്ങനെയാണല്ലോ അത് വരിക. എന്തെല്ലാം നടപടി കാര്യങ്ങളിലൂടെ നടന്നു പോകുന്നു, ഒന്ന് കണ്ണടച്ചൂടെ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭയങ്കരമായി കോപിച്ചു. എന്നിട്ട് നബി തങ്ങൾ ചോദിച്ചു, അതശ്ഫഉ ഫീ ഹദ്ദിൻ മിൻ ഹുദൂദില്ലാഹ്, അല്ലാഹു നടപ്പിലാക്കണമെന്ന് പറഞ്ഞ ഒരു തീരുമാനത്തിൽ നീ എന്നോട് ശുപാർശക്ക് വന്നിരിക്കുകയാണോ ഉസാമ? നിർത്തിയില്ല നബിതങ്ങൾ ഗൗരവമുള്ള വിഷയം ഉണ്ടാകുന്ന നബിതങ്ങൾ ഒരു രീതിയായിരുന്നു, പൊതുവായ ഉപദേശം നൽകുന്നതിന് ഉടനെ മിമ്പറിൽ കയറും. എന്നിട്ട് എല്ലാവർക്കും താക്കീത് നൽകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ കയറി എന്നിട്ട് നബിതങ്ങൾ പറഞ്ഞു, യാ അയ്യുഹന്നാസ് ഇന്നമാ ളല്ല മൻ കാന ഖബ്ലകും, നിങ്ങളുടെ പൂർവികരായ ആളുകൾക്ക് നാശം വന്നുപെടാനുള്ള ഒരു കാരണം എന്താണെന്ന് അറിയുമോ? കന്നഹും കാനു ഇദാ സറഖ ശരീഫ് തറക്കുഹു, ആ സമൂഹത്തിലെ മാന്യന്മാരായ ആളുകൾ കട്ടുകഴിഞ്ഞാൽ, മാന്യന്മാരായ ആളുകൾ മാന്യമായ വസ്ത്രം ധരിച്ചുകൊണ്ട് മാന്യമായ കൊള്ള നടത്തി കഴിഞ്ഞാൽ തറക്കൂഹു, അവരെ കൈവിട്ടൂല. വൈദാ സറഖൽ ലഈഫു ഫീഹിം, അവരിലെ പാവപ്പെട്ടവൻ അല്ലേ, ആദിവാസി മോഷ്ടിച്ചാൽ അവനെ നമ്മുടെ നാട്ടുകാരെല്ലാവരും കൂടി വട്ടത്തിൽ കൂടി നിന്നിട്ട് അവനെ ചവിട്ടിക്കൊല്ലുമായിരുന്നു നമ്മുടെ ഭാഷയിൽ. ഇതുകൊണ്ടാണ് പൂർവികരായ ആളുകൾ നശിച്ചു പോയിരിക്കുന്നത്. വൈമുള്ള ലൗ അന്ന ഫാത്തിമത ബിൻത് മുഹമ്മദിൻ സല്ലല്ലാഹു, നമ്മളൊക്കെ കേൾക്കുന്ന ഒരു നബിതങ്ങളുടെ വാചകമാണ്, ഹദീസാണത്. ലൗ അന്ന ഫാത്തിമ ബിൻത് മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ മകൾ ഫാത്തിമ എൻ്റെ കരളിൻ്റെ കഷ്ണമാണ്. സരിഖത്ത്, ഫാത്തിമ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ലഖതഅ മുഹമ്മദുൻ യദഹ, ആ ഫാത്തിമാൻ്റെ കൈ മുഹമ്മദ് വെട്ടുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അള്ളാഹുവിൻ്റെ നീതി നിർവഹണത്തിൽ ശറഅ് നിശ്ചയിച്ചിട്ടുണ്ട് ഓരോ കാര്യത്തിനും ഒരു അതിർവരമ്പ്. അതിൽ ഒരു വ്യക്തി
ഇടപെടാൻ വേണ്ടി വന്നപ്പോൾ, അതിനെ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കണമെന്ന് വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെതിരെ ദേഷ്യം പ്രകടിപ്പിക്കുകയുണ്ടായി. പ്രിയമുള്ളവരെ, നമ്മളും അങ്ങനെ തന്നെയാണ്. നമ്മൾ വലിയ ആദർശവും വലിയ ഇതൊക്കെ നമ്മൾ പറയും, ഐഡിയോളജിയൊക്കെ നമ്മൾ പറയും. പക്ഷേ ശറഉമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മളിലേക്ക് വരുമ്പോൾ പലപ്പോഴും നമ്മൾ അതിൽ നിന്നും കുതറി മാറാൻ വേണ്ടി, രക്ഷപ്പെടാൻ വേണ്ടി എന്തെങ്കിലും വകുപ്പുകളുണ്ടോ എന്ന് തേടിപ്പോകുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. അള്ളാഹു നമുക്ക് മനസ്സിലാക്കി തരുമാറാകട്ടെ. മറ്റൊരു രംഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങേയറ്റം കോപിച്ചത് ഹദീസിൽ ഇപ്രകാരം കാണാം. ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം വലിയ ഖാരിആയ സഹാബിയാണ്, നല്ലോണം ഖുർആൻ നന്നായി ഓതുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഇമാമത്ത് നിൽക്കുന്ന വ്യക്തിയും കൂടിയാണ്. പല പള്ളികളിലും അദ്ദേഹം ഇമാമത്ത് നിൽക്കാൻ വേണ്ടി തുടങ്ങിക്കഴിഞ്ഞാൽ സുദീർഘമായ സൂറത്തുകൾ ഓതും. അപ്പം നമുക്കറിയാം, ഒരു ഇമാമ് നിൽക്കുമ്പോൾ അതിന് ഇസ്ലാം ഹദ് നിശ്ചയിച്ചിട്ടുണ്ട്. ഓരോ വക്തിനും എത്ര ഓതണം എന്നുള്ളതിന് ഹദ് നിശ്ചയിച്ചിട്ടുണ്ട്, പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. ഈ സഹാബി അള്ളാഹുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പേരിൽ, ഖുർആനോടുള്ള ആ ഒരു പ്രണയത്തിൻ്റെ പേരിൽ നിസ്കരിക്കാൻ വേണ്ടി ഇമാമത്തിന് കൈകെട്ടിയാൽ ഒരേ ഓത്താണ്. ഒരിക്കൽ അങ്ങനെ നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടി ദീർഘമായ സൂറത്ത് ഓതാൻ വേണ്ടി ആരംഭിച്ചപ്പം മൗമൂമിങ്ങൾക്കൊക്കെ അറിയാം ഇദ്ദേഹം ഇങ്ങനെ സുദീർഘമായി ഓതുന്ന ആളാണെന്ന്. ഇങ്ങനെ കൈകെട്ടിയപ്പോൾ മൗമൂമിങ്ങളായി ഉണ്ടായിരുന്ന അൻസാറുകളിൽപ്പെട്ട ഒരു കുട്ടി, ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ കൈയിളക്കിയിട്ട് പോയി, നിസ്കാരത്തിന് കൈയിളക്കിയിട്ട് പോയി. ഈ കൈയിളക്കിയിട്ട് പോയ വിവരം ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു അറിഞ്ഞു. എന്നാലേക്ക് നമ്മൾ ഇമാം നിൽക്കുമ്പോൾ നമ്മളെ വേക്കുന്ന ഒരാൾ കൈയിളക്കിയിട്ട് പോയി എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്കുണ്ടാകുന്ന ഒരു രോഷം എത്രയാണ്, നമ്മളെ അപമാനിക്കുന്നതിന് തുല്യമാണല്ലോ അയാൾ ഇറങ്ങിപ്പോകാന്ന് പറഞ്ഞാൽ. ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു അങ്ങേയറ്റം ദേഷ്യം പിടിച്ചു. എന്നിട്ട് ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു നബിയോട് പരാതി പറഞ്ഞു, നബിയെ, ഒരാൾ എൻ്റെ വേക്കിൽ മൗമൂമായിട്ട് വന്നു, നിസ്കാരം തുടങ്ങിയപ്പോൾ അയാൾ കൈയിളക്കിയിട്ട് പോയി കളഞ്ഞു, ഇയാളെ വിളിപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ എന്താ അവിടെ പ്രതീക്ഷിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ചെറുപ്പക്കാരനോട് നിസ്കാരത്തിൻ്റെ മഹത്വവും നിസ്കാരത്തിൽ കൂടുതൽ ഖുർആൻ കേട്ടാലുള്ള മഹത്വമൊക്കെ പറഞ്ഞു കൊടുക്കും. ഈ രംഗമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വിവരം ചോദിച്ചപ്പോൾ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്ക് ഒരുപാട് ജോലിയുണ്ട്, കൃഷിയിടത്തിൽ പോയിട്ട് കൃഷി ചെയ്യാനുണ്ട്, അതിന് വെള്ളം കൊടുക്കാനുണ്ട്, ആ ജീവികൾക്ക് സാധാരണ സാധനങ്ങളൊക്കെ കൊടുക്കാനുണ്ട്. ഇദ്ദേഹം സുദീർഘമായി ഓതുകയാണ്. ഇദ്ദേഹത്തിൻ്റെ പുറകെ ഞാൻ നിസ്കരിക്കുകയാണെങ്കിൽ ഈ പണിയൊന്നും എനിക്ക് നടക്കൂല, ഇതെല്ലാം മുടങ്ങിപ്പോകും, എൻ്റെ ജീവിതത്തിൻ്റെ ഉപാധികൾ മുട്ടിപ്പോകും യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പരാതി ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറ്റിയിട്ട് ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു. വലിയ സഹാബിയല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, ദേഷ്യം പിടിച്ച നബി തങ്ങൾക്ക്. നബി തങ്ങൾ പറഞ്ഞു, ഇന്ന മിൻകും മുനഫിരിൻ, നിങ്ങളിൽപ്പെട്ട ചില ആളുകൾ മറ്റുള്ളവർക്ക് എന്തിനാണ് ദീനിനോട് വെറുപ്പുണ്ടാക്കുന്നത്? അങ്ങനെ ചില ആളുകളുണ്ട്, അങ്ങനെ ഒരിക്കലും ആകാൻ പാടില്ല. ഫഇദാ സല്ലൈതും ഫഔജിസു, നിങ്ങൾ ഒറ്റക്ക് നിസ്കരിക്കുമ്പോൾ എത്ര വേണമെങ്കിലും ഓദിക്കോ, എത്ര വേണമെങ്കിലും നിങ്ങൾ ദീർഘമായി ഓദിക്കോ. പക്ഷെ ഇമാമത്ത് നിന്നാൽ, നിങ്ങൾ മിഹ്റാബിൽ കയറി കൈകെട്ടിയാൽ നിങ്ങൾക്ക് കുറച്ച് ഓതാൻ അറിയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് അറിവ് കൂടുതലുണ്ട്, അതൊന്നും തെളിയിക്കേണ്ട സ്ഥലമല്ല ഇമാമത്ത്. അതുകൊണ്ട് നിങ്ങൾ ഇമാമത്ത് നിന്നാൽ ഫഔജിസു, വളരെ സംക്ഷിപ്തമായിട്ടായിരിക്കണം. ഫഇന്ന ഫീഹിമുൽ ദഈഫ, മഅ്മൂമിങ്ങളുടെ കൂട്ടത്തിൽ ബലഹീനന്മാരായ ആളുകൾ ഉണ്ടാകും. വസഖീമ, രോഗം പിടിച്ച ആളുകൾ ഉണ്ടാകും. വൽ ഹാജ, എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് വേണ്ടി പോകുന്നതിനിടയിൽ നിസ്കരിക്കാൻ വേണ്ടി കയറിയ ആളുകൾ ഉണ്ടാവും. അവരൊക്കെ പരിഗണിച്ചിട്ട് വേണം നിങ്ങൾ നിൽക്കാൻ എന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. സമാനമായ സംഭവം മുആദ് റളിയല്ലാഹു വിഷയത്തിലും വരുന്നുണ്ട്. മുആദ് റളിയല്ലാഹുവിനെ പറ്റിയിട്ട് ഒരാൾ പരാതി വന്ന് പറഞ്ഞു, നബിയെ, ഞാൻ ഇശ നിസ്കാരത്തിന് പള്ളി പോകാറില്ല, ജമാഅത്തിന് പങ്കെടുക്കാറില്ല. അപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, എന്താ കാര്യം? അപ്പോൾ പറഞ്ഞു, ഇമാമും മുആദ് റളിയല്ലാഹു അൻഹു ആണ്. മുആദ് റളിയല്ലാഹുവിൻ്റെ പിറകിൽ നമുക്ക് നിസ്കരിക്കാനാവില്ല, അത്രയും ദീർഘമായ ഓത്താണ് മുആദ് റളിയല്ലാഹുവിൻ്റെത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മുആദ് റളിയല്ലാഹുവിനോട് ചോദിച്ച ചോദ്യത്തിന് കട്ടിപ്പം വല്ലാത്ത കട്ടിപ്പാണ്. അഫത്താനുൻ അൻത യാ മുആദ്, മുആദ് നീ നാട്ടിൽ കുഴപ്പമുണ്ടാക്കുകയാണോ? എന്ത് കുഴപ്പം മുപ്പനുണ്ടാക്കിയത്? കൈ കെട്ടിയിട്ട് കുറച്ച് സുദീർഘമായി ഓതിയതോ? അപ്പം ഉമ്മത്തിനെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യം വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ശക്തമായ നിലപാടെടുത്തു. അള്ളാഹു നമുക്ക് മനസ്സിലാക്കി തരുമാറാകട്ടെ. ഇതേപോലെ ആയിരിക്കണം നമ്മളും ഉമ്മത്തിൻ്റെ വിഷയത്തിൽ ഫിക്റുള്ളവരായിട്ട് മാറണം. അവിടെ രണ്ടും ഒരു ഭാഗത്തെ ഇബാദത്താണ്, നിസ്കാരം എന്ന് പറയുന്ന ഇബാദത്താണ്, തിലാവത്ത് എന്ന് പറയുന്ന ഇബാദത്താണ്. പക്ഷെ ആ ഇബാദത്ത് കൊണ്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന അവസ്ഥ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ ബാലൻസ് ചെയ്യുകയുണ്ടായി. അള്ളാഹു നമുക്ക് മനസ്സിലാക്കി തരുമാറാകട്ടെ. മറ്റൊരവസരം കൂടി പെട്ട് നമുക്ക് വിഷയം അവസാനിപ്പിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ഇപ്പം മസ്ജിദ് നബിയിലേക്ക് കടന്നു വരുമ്പോൾ കുറേ ആളുകൾ ഇങ്ങനെ ഒരുമിച്ച് കൂടി ഇരിക്കുന്നുണ്ട്. അവർ കാര്യമായ ചർച്ചയിലാണ്. എന്താ ചർച്ച? വന്നാസു യതകല്ലമൂന ഫിൽ ഖദർ, ഖദറിൻ്റെ വിഷയത്തിൽ ഇവരെല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഖദർ എന്ന് പറഞ്ഞാൽ അറിയാലോ, നന്മയും തിന്മയുമായ കാര്യങ്ങളൊക്കെ അള്ളാഹുവിൽ നിന്നാണെന്ന് വിശ്വസിക്കൽ. നമുക്കറിയാം, ശരീഅത്ത് എല്ലാ വിഷയങ്ങളും നമുക്ക് പൂർണ്ണമായി ഓപ്പൺ ചെയ്ത് തന്നിട്ടില്ല.
ചില കാര്യങ്ങൾക്ക് അതിർത്തി നിശ്ചയിച്ചിട്ടുണ്ട്. ഇപ്പോൾ അള്ളാഹുവിൻ്റെ ദാത്തിനെ സംബന്ധിച്ച് നമുക്ക് ആർക്കും അള്ളാഹു പറഞ്ഞിട്ടേ ഇല്ല. അള്ളാഹുവിനെ പറ്റി പഠിക്കാനുള്ള ഏക ഉപാധി അള്ളാഹുവിൻ്റെ ഗുണങ്ങളെ പറ്റി പഠിക്കലാണ്. അതുപോലെ ഖദറിനെ സംബന്ധിച്ച് നമുക്ക് വിശ്വസിക്കൽ അതിൽ എത്രയേ ഉള്ളൂ, നന്മയും തിന്മയും എല്ലാം വരുന്നത് അള്ളാഹുവിൽ നിന്നാണ്. നന്മയും തിന്മയുമായ കാര്യങ്ങളൊക്കെ അള്ളാഹുവിന് ആദ്യമേ അറിയാം, അതൊക്കെ അള്ളാഹു ആദ്യമേ തീരുമാനിച്ചിട്ടുണ്ട്. ഈ 3 സ്റ്റേറ്റ്മെൻറ്റ് മാത്രം വിശ്വസിച്ചാൽ മതി. ഇതിൻ്റെ അപ്പുറം നമുക്ക് പോകേണ്ട യാതൊരു ആവശ്യമില്ല. നമ്മൾ എന്ത് യാത്ര ചെയ്ത് പോയാലും ഇതിൻ്റെ അപ്പുറത്ത് നമുക്ക് പോകാനും സാധ്യമല്ല. കാരണം ഖദർ എന്ന് പറഞ്ഞതിന് സിറാണ്, അതൊരു രഹസ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുറത്തു വരുമ്പോൾ കാണുന്ന കാഴ്ച, സഹാബാക്കൾ ഇരുന്നിട്ട് ഇതിൻ്റെ വിഷയത്തിൽ ഘോരമായ തർക്കം നടക്കാൻ, ഭയങ്കരമായ തർക്കം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദേഷ്യം വന്നു. അപ്പോൾ കുറച്ചാളുകൾ ഒരു തെളിവ് പറയുമ്പോൾ അതിനപ്പുറത്ത് ഇങ്ങോട്ട് തെളിവ് പറയുന്നു, ആയത്തോതുന്നു, അങ്ങോട്ട് ഓതുന്നു, ഇങ്ങോട്ട് ഓതുന്നു. ഈ രംഗ നബിതങ്ങൾ കണ്ടപ്പോൾ നബിതങ്ങൾ പറഞ്ഞു, മാലക്കും തദ്രിബൂന കിതാബല്ലാഹി ബഅദഹു ബിബഅദിൻ, നിങ്ങൾ എന്താണ് ഖുർആൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓതിയിട്ട് പരസ്പരം ഈ വിഷയത്തിൽ തർക്കിക്കുകയാണോ? ബിഹാദാ ഹലക മൻ കാന ഖബലക്കും, ഇങ്ങനെ അനാവശ്യ കാര്യങ്ങളിലുള്ള തർക്കം കൊണ്ടാണ് പൂർവികരെ നശിച്ചുപോയത്. അനാവശ്യ കാര്യങ്ങൾ തർക്കിക്കാൻ നിന്നാൽ ആവശ്യമായ കാര്യത്തിന് ചർച്ച ചെയ്യാൻ പോലും നിങ്ങൾക്ക് സമയം ഉണ്ടാവില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാതെ കോപിച്ചു. സഹാബി പറയാണ്, ഞാൻ ചിന്തിച്ചു പോയി, അന്ന് നബിതങ്ങളുള്ള മജ്ലിസിൽ നമ്മളൊക്കെ ഉണ്ടാകുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്, സഹാബാക്കൾ പറയാണ്. പക്ഷേ അന്ന് നമ്മൾ ആ മജ്ലിസിൽ ഇല്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായേനെ എന്ന് ആ സഹാബി വിചാരിച്ചു പോയതായി ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. പ്രിയമുള്ളവരെ, ഇവിടെ നമുക്ക് വിഷയം അതാണ്. അനാവശ്യമായ കാര്യങ്ങളിൽ ചർച്ച ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ആ ദീനിപരമായിട്ട് തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ വിട്ടുകൊണ്ട് ശാഖോപരമായ കാര്യങ്ങളിലേക്ക് പോയിട്ട് അതിൻ്റെ നൂലിലും അതിൻ്റെ പോയിന്റിലും പിടിച്ച് നമ്മൾ തർക്കിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നാശത്തിൻ്റെ വക്കിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, തർബിയത്ത് എന്ന് പറയുമ്പോൾ നന്മകളിലേക്ക് മനുഷ്യരെ നമ്മൾ എത്തിക്കണം. അതേസമയം തന്നെ അവരിൽ തിന്മകൾ കാണുമ്പോൾ ആ സമയത്ത് നമ്മൾ തിരുത്താൻ തയ്യാറാകണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ